നല്ല ചോദ്യമാണ്. റൂട്ട് ഓഫ് അല്ലേ 10 ഇൻറ്റു റൂട്ട് 2/3 ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് 5/3 ഹോൾ സ്ക്വയർ. ഇതിൻ്റെ ഉത്തരമല്ലേ കാണണ്ടേ? ഓക്കെ, എപ്പോഴും ഓർക്കുക, റൂട്ടിൻ്റെ മുകളിൽ സ്ക്വയർ വന്നാലും സ്ക്വയറിൻ്റെ മുകളിൽ റൂട്ട് വന്നാലും രണ്ടും ക്യാൻസലായി പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയതുണ്ടോ, ഇത് റൂട്ടിൻ്റെ മുകളിൽ സ്ക്വയർ വന്നു, രണ്ടും ക്യാൻസലായി പോയിട്ട് എക്സ് ബാക്കി വരും. ഇവിടെ സ്ക്വയറിൻ്റെ മുകളിൽ റൂട്ട് വന്നു, രണ്ടും ക്യാൻസലായി പോയിട്ട് എക്സ് ബാക്കി വരും. ഈ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. സ്ക്വയറിൻ്റെ മുകളിൽ റൂട്ട് വന്നാലും റൂട്ടിൻ്റെ മുകളിൽ സ്ക്വയർ വന്നാലും രണ്ടും ക്യാൻസലായി പോകും. അങ്ങനെയാണെങ്കിലേ മക്കളെ, ഇവിടെ സ്ക്വയറിൻ്റെ മുകളിൽ റൂട്ട് വന്നിട്ടുണ്ടല്ലോ, രണ്ടും ക്യാൻസൽ ആവണ്ടേ. ഇവിടെയും സ്ക്വയറിൻ്റെ മുകളിൽ റൂട്ട് വന്നിട്ടുണ്ടല്ലോ, രണ്ടും ക്യാൻസൽ ആവണ്ടേ. അപ്പം ഞാൻ ഒന്നും കൂടി എടുത്ത് എഴുതുവാണെങ്കിൽ ഇങ്ങനെ വരികയില്ലേ, 10 ഇൻറ്റു സ്ക്വയറും റൂട്ടും പോയാൽ 2ൻ്റെ ക്യൂബ് വരും. 2ൻ്റെ ക്യൂബ് 8 ഇൻറ്റു സ്ക്വയറും റൂട്ടും ക്യാൻസൽ 5ൻ്റെ ക്യൂബ് 125 വരും. കണ്ടോ, 8 ഇൻറ്റു 125 1000 റൂട്ട് 10,000 എന്ന് കിട്ടും എല്ലാം കൂടെ. റൂട്ട് 10,000 എന്ന് പറഞ്ഞാൽ എത്രയും മക്കളെ, 100 കിട്ടും. ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 100. ഒന്നുകൂടെ പറയട്ടെ, ഓക്കെ, ഒന്നുമില്ലെന്ന്. ഈ സ്ക്വയറിൻ്റെ മുകളിലല്ലേ ഈ റൂട്ട് വന്നിരിക്കുന്നത്, ഇവ രണ്ട് ക്യാൻസൽ ആയി പോയി, ബാക്കി 5ൻ്റെ ക്യൂബ്, അതാണ് ഈ 125 എഴുതിയിരിക്കുന്നത്. ഇവിടെ സ്ക്വയറിൻ്റെ മുകളിലല്ലേ റൂട്ട് വന്ന്, രണ്ടും ക്യാൻസൽ, ബാക്കി 2ൻ്റെ ക്യൂബ്, അതാണ് ഈ 8 എന്ന് എഴുതിയിരിക്കുന്നത്. ഈ 10 ആണ് എഴുതിയിരിക്കുന്നത്. ഇതെല്ലാം കൂടെ കുടിക്കുമ്പോൾ 8 ഇൻറ്റു 125 1000 ആണ്. 1000 ഇൻറ്റു 10 10,000 വരും. റൂട്ട് 10,000 100 എന്ന് കിട്ടും. ഓക്കെ.